5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമസ്കാരം. സുഭാഷിതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാഷ്ട്രീയം, സാമൂഹ്യം, സാംസ്കാരികം, പാരിസ്ഥിതികം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ, ചരിത്രമൊക്കെ പറയുന്ന ഒരു ചാനലാണ്. വളരെ വൈവിധ്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ kutis.com എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഈ ചാനലിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സുഭാഷിതം എന്ന പേരിൽ 10-60 ദിവസം തുടർച്ചയായി നമ്മൾ ജീവിതത്തിൽ അറിയേണ്ടുന്ന ചെറിയ കാര്യങ്ങളെക്കുറിച്ചുള്ള മിനി വീഡിയോസ് ചെയ്തിരുന്നു. ഇന്ന് ഞാൻ വളരെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. കേരളത്തിലെ സ്കൂളുകൾ, അത് CBSE ആണെന്നോ ഹൈസ്കൂളാണെന്നോ അല്ലെങ്കിൽ എയ്ഡഡ് ആണെന്നോ അൺഎയ്ഡഡ് ആണെന്നോ ഗവൺമെൻറ് ആണെന്നോ ഒന്നും അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. ഒരു സ്കൂൾ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഒരു വിഷൻ ഉള്ള ഒരു വിഷണറിയുടെ സ്കൂൾ മുന്നോട്ട് പോകുന്നതെന്ന് പരിചയപ്പെടുത്തുവാനാണ്. ആ പ്രസ്തുത സ്കൂളിന് ഇന്നലെ 60,000 നീംസിൻ്റെ ചെടി നാട്ടിലാകെ വിതരണം ചെയ്തതിൻ്റെ ഭാഗമായി ഗിന്നസ് റെക്കോർഡ് കിട്ടി. മാത്രമല്ല ആ സ്കൂൾ എറണാകുളം ജില്ലയിലും കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത് 25 സ്കൂളുകൾക്ക് ഗ്രീൻ അവാർഡും കൊടുക്കുകയായിരുന്നു. അപ്പോൾ 25 സ്കൂളുകൾക്ക്, ഈ സ്കൂൾ തന്നെ, ഞാൻ പറയാൻ പോകുന്ന സ്കൂൾ തന്നെ ഗ്രീൻ അവാർഡ് കൊടുത്തു. ഈ സ്കൂളിന് അന്താരാഷ്ട്ര അവാർഡ് കിട്ടി, ഗിന്നസ് റെക്കോർഡ് കിട്ടി. ഇതിൻ്റെ എല്ലാം ഒരു ഫംഗ്ഷൻ അവിടെ വിളിച്ചിരുന്നു. എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു നടന്നത്. സെൻറ്റ് ആൻ്റണീസ് പബ്ലിക് സ്കൂൾ കിഴക്കമ്പലം, അവിടെ കിസ് ആപ്സ് ഗ്രീൻ സ്കൂൾ അവാർഡ് 2025, നർച്ചറിങ് എ ഗ്രീനർ ടുമാറോ എന്ന പരിപാടിയിൽ ഞാൻ മുഖ്യാതിഥിയായി പോയിരുന്നു. ഞാൻ മുഖ്യാതിഥിയായി പോയതോ അതിൻ്റെ കാര്യങ്ങളോ പറയാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എത്ര മനോഹരമായിട്ടാണ് ഫാദർ റവറൻറ്റ് ഫ്രാൻസിസ് അരിക്കലിൻ്റെ നേതൃത്വത്തിൽ എത്ര മനോഹരമായിട്ടാണ് അവിടെ ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ആ സ്കൂളിൽ കുതിരയുണ്ട്, നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല. കുതിര സവാരി, കുട്ടികൾക്ക് കുതിര സവാരി ചെയ്യാൻ കുതിരകളുണ്ട്, 2 കുതിരകൾ. സ്വിമ്മിംഗ് പൂളുണ്ട്. ആ സ്കൂൾ പ്രവർത്തിക്കുന്നത് സമ്പൂർണ്ണമായി സോളാറിലാണ്. നമ്മൾ സോളാറിനെ കുറിച്ചൊക്കെ വലിയ വർത്തമാനം പറയുമ്പോൾ സോളാർ പാനലുകൾ അവിടുത്തെ വിവിധ കെട്ടിടങ്ങൾ മുകളിലുണ്ട്. നക്ഷത്രവനമുണ്ട് ആ സ്കൂളിൽ. 24 നക്ഷത്രത്തിൻ്റെയും പേരിലുള്ള വനമുണ്ട്. എൻ്റെ നക്ഷത്രത്തിനുമായി ബന്ധപ്പെട്ട കടമ്പെന്ന ചെടി ഞാൻ കാണുവാൻ എൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ 27 നക്ഷത്രങ്ങളുടെയും നക്ഷത്രവനമുണ്ട്. ഔഷധത്തോട്ടമുണ്ട്. സ്കൂളിലേക്ക് പ്രിൻസിപ്പാളിൻ്റെയും മാനേജറുടെയും റൂമിലേക്ക് പോകുന്നത് കുറച്ചൊരു നീണ്ട വഴിയാണ്. കാരണം അവർക്ക് LP സ്കൂളുണ്ട്, സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, ഈ പറയുന്ന സെൻറ്റ് ആൻ്റണീസ് പബ്ലിക് സ്കൂളുമുണ്ട്. ഈ സെൻറ്റ് ആൻ്റണി പബ്ലിക് സ്കൂളിനകത്ത് LP സ്കൂളിൽ കഴിഞ്ഞ് അപ്പുറത്തോട്ട് കയറുമ്പോൾ ആ പോകുന്ന വഴിയിലുടനീളം പച്ചക്കറി കൃഷി ചെയ്തിട്ടുണ്ട്. പല സ്കൂളുകളിലും പോകാൻ അവസരം കിട്ടിയിട്ടുണ്ട്, കോളേജുകളിൽ. അവിടെ ചെറിയ തോതിലൊക്കെ പച്ചക്കറി കൃഷി ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ 3-4 നില ബിൽഡിങ്ങുകൾ പലതുമുണ്ട് അവിടെ. ഓരോ ബിൽഡിങ്ങിൻ്റെ ചുവരുകളിൽ, അതിൻ്റെ പുറത്തുള്ള തൂണുകളിൽ എല്ലാം നെറ്റ് കെട്ടി, ആ നെറ്റിൽ ചെറിയ ബോക്സിൽ, പോട്ടുകളിൽ ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. എല്ലാ ദിവസവും അവിടുത്തെ ജീവനക്കാർ അതിൽ വെള്ളമൊഴിക്കും. കുട്ടികളും അവിടെയുള്ള ആളുകളും ടീച്ചേഴ്സൊക്കെ അതിൽ വെള്ളമൊഴിക്കുമെന്ന് പറയുന്നത്. അങ്ങനെ വല്ലാത്തൊരു ഗ്രീനറിയാണ് ക്യാമ്പസ്. കുറച്ച് പച്ചപ്പുണ്ടാക്കുക മാത്രമല്ല, വലിയ നല്ല സ്റ്റേഡിയം, അതുപോലെ തന്നെ വലിയ ഓഡിറ്റോറിയം, കുട്ടികൾക്ക് സ്മാർട്ട് ക്ലാസ്, ഇതിലെല്ലാം പുറമെ 30-ലധികം അന്താരാഷ്ട്ര അവാർഡുകൾ അവരെ തേടിയെത്തിയിട്ടുണ്ട്. മിക്കവാറും അവാർഡുകളെല്ലാം തന്നെ ഗ്രീൻ ക്യാമ്പസ് ആക്കിയതും ഗ്രീൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടെ കോഴി വളർത്തലും അതുപോലെ തന്നെ മറ്റ് പക്ഷിമൃഗാദികൾ, പ്രാവും താറാവും എല്ലാ പക്ഷിമൃഗാദികളെയും വളർത്തുന്നത് കണ്ടുകൊണ്ട് വേണം കുട്ടികൾ സ്കൂളിൻ്റെ അകത്തേക്ക് പോകാൻ. സ്കൂളിലെ അകത്തേക്ക് കുട്ടികൾ പോകുമ്പോൾ ഇതെല്ലാം കണ്ടേ പോകാൻ പറ്റും. കുതിരാലയവും ഞാൻ ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം കണ്ടുകൊണ്ടാണ് കുട്ടികൾ പോകുന്നത്. ആ കുട്ടികളിൽ ഒരു വലിയ പാരിസ്ഥിതിക ബോധം ഉണ്ടാക്കിയെടുക്കുവാനുള്ള ശ്രമത്തിലാണ്. ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന നിരവധി സമ്മേളനങ്ങളിൽ ആ കുട്ടികൾക്കും അവിടുത്തെ ടീച്ചേഴ്സിനും പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഇനി നടക്കുന്ന ക്ലൈമാറ്റ് ചേഞ്ചിൻ്റെ സമ്മേളനത്തിന് 6 പേര് പോകാനുള്ളൊരു സന്നാഹത്തിലാണവർ. വളരെ വലിയ വ്യത്യസ്തമായ എനിക്ക് അത്ഭുതമാണ്. ഞാനൊക്കെ പഠിച്ച സ്കൂളൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ അത്ഭുതമാണ് അത്. ഒരു കലാലയം, അതിൽ റവറൻറ്റ് ഫാദർ ഫ്രാൻസിസ് അരിക്കലിനെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. പരിപാടികൾ തന്നെ വളരെ വ്യത്യസ്തമായിട്ടാണ് നടത്തിയത്. ഒരു ചക്കയുടെ പുറത്തൊരു ചെറിയ തിരി, സ്റ്റേജ് ഒരുക്കിയിരിക്കുന്നത്, ഓരോ വസ്തുക്കൾ തരുന്നത്, ആളുകൾ കൊടുക്കുന്ന ഗിഫ്റ്റ്,
കൊടുക്കുന്ന ഭക്ഷണ രീതി, എല്ലാ കാര്യത്തിലും ഒരു ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടുള്ള വളരെ മധുരമനോഹരമായ ഒരു സ്കൂളാക്കി അതിനെ വച്ചിട്ടുണ്ട്. അവിടെ ശരിക്കു പറഞ്ഞാൽ അവിടുത്തെ പ്രിൻസിപ്പാൾ, വൈസ് പ്രിൻസിപ്പാൾ, അവിടുത്തെ സ്റ്റാഫ്, മാനേജർമാർ തുടങ്ങിയ എല്ലാവരും വലിയ തോതിലാണ് ആ സ്ഥാപനത്തെ വളർത്തിയെടുത്തിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ അച്ഛനൊരു കർഷക കുടുംബത്തിൽ വന്ന് ഞാനിതൊക്കെ മനസ്സിലാക്കുമ്പോൾ അച്ഛനൊരു കർഷക കുടുംബത്തിലാണ് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു പച്ചപ്പ് ആ സ്കൂളിൽ എല്ലാ അർത്ഥത്തിലും ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ വ്യത്യസ്തങ്ങളായ എല്ലാ പരിപാടികളും, കാർഷിക ഹരിത പരിപാടികളെല്ലാം സ്കൂളിൽ വച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ ഈ പരിപാടിയുടെ ഭാഗമായി ഏറ്റവും നല്ല 9ാം ക്ലാസ്സിൽ തോറ്റുപോയി, അതുവരെ മാത്രം പഠിത്തം നിർത്തി അതിനുശേഷം വളരെ വലിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറൊക്കെ ആയിട്ടൊക്കെ ഉള്ള പിന്നെ ബിൻസി ജെയിംസിനെ കൊണ്ടുവന്ന ഒരു വലിയ കാർഷികമായി ഒരുപാട് കൃഷിയൊക്കെ ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ യൂട്യൂബൊക്കെ വളരെ പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ പീറ്റർ ജോസഫ്, ഈ കുരുമുളക് കൃഷി ചെയ്യുന്ന 80% നിന്ന് ഒരുപാട് ടൺ കൃഷി ചെയ്യുന്ന പീറ്റർ ജോസഫ്, വിജയൻ, അങ്ങനെ ഒത്തിരി ആളുകളെ കൊണ്ടുവന്ന് അവരുടെ പ്രഭാഷണങ്ങൾ, പിന്നെ കൃഷി ഓഫീസർമാർ, പിന്നെ സാങ്കേതിക വിദഗ്ധർ, അവരുടെ വലിയ പ്രഭാഷണങ്ങൾ, 25 സ്കൂളുകൾക്ക് അവാർഡ്, അങ്ങനെ വളരെ ഗൗരവമായ പ്രവർത്തനങ്ങൾ നടത്തി. വളരെ വ്യത്യസ്തമായൊരു സ്കൂളാണെന്ന് തോന്നിയത് കൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് കേരളത്തിൽ എറണാകുളം ഭാഗത്തൊക്കെ ടൂർ പോകുന്നവരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ കുട്ടികളെ, നിങ്ങളുടെ അധ്യാപകരെയൊക്കെ ഈ സെൻറ്റ് ആൻ്റണീസ് പബ്ലിക് സ്കൂൾ കിഴക്കമ്പലം ജംഗ്ഷൻ അടുത്ത് തന്നെയാണ്, കൊണ്ടുപോയി ഒന്ന് കാണിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തമായൊരു ക്യാമ്പസാണ്. നമ്മൾ ഹരിത കേരളം എന്നൊക്കെ പറയുമ്പോൾ തന്നെ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ എല്ലാ ചിന്തകൾക്കും അപ്പുറമുള്ള വലിയ രീതിയിലുള്ള ഒരു സമഗ്രമായ സംയോജിതമായ ഒരു സമന്വയം വിദ്യാഭ്യാസത്തിലൂടെ ഒരു കാർഷിക സംസ്കൃതി, ഒരു ഹരിത സംസ്കൃതി, പുതിയ ജീവിതശൈലി ഒക്കെ അവിടെ കൊണ്ടുവരുന്ന കുട്ടികളിൽ പഠിപ്പിക്കുന്നൊരു രീതി കാണുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ അഭിനന്ദനങ്ങളും ഭാവുകങ്ങളും നേരുന്നു. അത് പോയി കാണേണ്ട വേറിട്ടൊരു കാഴ്ച തന്നെയാണ്.